ധന്യമേ ജീവിതം പതിവായി കേൾക്കുന്നവർക്ക് ആദരപൂർവ്വം നമസ്കാരം. ഏത് കഥ കേൾക്കുമ്പോഴും അതിന് നമ്മുടെ ജീവിതവുമായിട്ടുള്ള ബന്ധമാണ് ഞാൻ ചിന്തിക്കാറ്. നമ്മുടെ ജീവിതമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ കഥയോ നോവലോ എഴുതുന്ന ശീലം എനിക്കില്ല. അതിന്റെ കാരണം പുരാണ കഥകൾ മുഴുവൻ ആധുനിക ലോകത്തും നമ്മൾ അനുഷ്ഠിക്കേണ്ട കാര്യം മനസ്സിലാക്കാനാണ് ആ കഥ വ്യാസനും വാൽമീകിയും പറഞ്ഞത്. ഇതിന്റെ വ്യാഖ്യാനം മനസ്സിലാക്കാതെ നമ്മൾ പലപ്പോഴും 10 തലയുള്ള ആള് 4 കൈയുള്ള ആള് എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കും. വ്യാഖ്യാനം പറയുന്നവരുടെ ഉത്തരവാദിത്വമാണ് ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തല്. ഗോകർണം എനിക്ക് പ്രിയപ്പെട്ട സ്ഥലമാണ്. ഗോകർണത്ത് പല തവണ പോയി അലഞ്ഞു തിരിഞ്ഞ അനുഭവം ഉണ്ട്. ഭാഗവതവും ഗോകർണവുമായിട്ട് ബന്ധപ്പെട്ട കഥ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഇപ്പം എന്താ ബന്ധം എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം. ഒരു വ്യക്തി മക്കളുണ്ടായില്ല, ആത്മദേവൻ അനവധി വിഷമിച്ചു. അങ്ങനെ വിഷമിക്കുന്നവർ ഉണ്ട്. ധാരാളം സമ്പത്തൊക്കെ ഉണ്ടാവും, ഇത് ആർക്കാ കൊടുക്കുക, വല്ലവനും കൊടുക്കണ്ടേ, ഇതുകൊണ്ടായിരിക്കാം, എന്തോ ആവട്ടെ. അങ്ങനെ വിഷമിച്ചു. തപസ് ചെയ്യാനായിട്ട് പറഞ്ഞു. തപസ് ചെയ്തു. ഈ വ്യക്തിയുടെ ഭാര്യയ്ക്ക് പ്രസവിക്കുന്ന ഇഷ്ടമല്ല. ഇത് ഒന്നും ഇയാളെ മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ പ്രസവിക്കുന്ന ഇഷ്ടമല്ലാത്ത സ്ത്രീകൾ ഇപ്പുണ്ട്, ധാരാളമുണ്ട്. പ്രസവിക്കുന്നില്ല എന്നുള്ള കണ്ടീഷനിൽ കല്യാണം കഴിച്ചവരുണ്ട്. കേരളത്തിലെ ഒരു സെലിബ്രിറ്റി പറഞ്ഞത് മകൻ കല്യാണം കഴിച്ചിട്ടുണ്ട്. കല്യാണം കഴിച്ച പെൺകുട്ടികളുടെ കണ്ടീഷൻ മക്കള് പാടില്ല എന്നാണ്. ഇവന് സമ്മതിച്ചു, വേണ്ട. അപ്പൊ കിട്ടുന്ന കാശ കൊണ്ടൊക്കെ നമുക്ക് വിട്ടു വാങ്ങി തിന്നാലോ, മക്കള് വേണ്ടാന്നുള്ളതുണ്ട്. ആയിക്കോട്ടെ, അങ്ങനെയുള്ളവർ പണ്ടും ഉണ്ടെന്നാണ്. ഈ സത്യദേവന്റെ ഭാര്യ പ്രസവിക്കാതിരിക്കാനോ ഗർഭിണി ആവാതിരിക്കാനോ കാരണം മനസ്സിൽ ഇത് ഇഷ്ടമല്ലല്ലോ. അത് നമ്മൾ ആലോചിച്ചെടുക്കണം. ഭാര്യയ്ക്ക് പ്രസവിക്കുന്ന ഇഷ്ടമല്ല, ഒരുപക്ഷെ ഭാര്യ ഗർഭിണി ആവാതിരിക്കാനുള്ള കാരണം തന്നെ ഇതാവാമല്ലോ. ഒരു സിദ്ധൻ വിശിഷ്ടമായിട്ടുള്ള ഒരു പഴം കൊടുത്തു ഇദ്ദേഹത്തിന്. ഇത് ഭാര്യയോട് ഭക്ഷിക്കാൻ പറയുന്നു, ഗർഭിണിയാവുന്നു. ഭാര്യയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തു. ഭാര്യയ്ക്ക് ഇഷ്ടമല്ല. ഭാര്യ അത് ഒരു പശുവിന് കൊടുത്തു. അതിലുണ്ടായ പുത്രനാണ് ഗോകർണൻ. അനിയത്തി, ഭാര്യയുടെ അനിയത്തിയുണ്ട്, ദുന്ദുലി. ദുന്ദുലിയുടെ പുത്രനാണ് ദുന്ദുകാരി. ഈ സത്യദേവന്റെ ജീവിതത്തിൽ കാണുകയാണ്, മക്കളുണ്ടാവാനാണല്ലോ ആഗ്രഹിച്ചത്. അനിയത്തിയുടെ പുത്രന് സ്വന്തം പുത്രനാണ്, അവൾ എന്നെ പ്രസവിച്ചെന്നത് അഡ്ജസ്റ്റ്മെന്റും കഥയുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ആലോചിക്കണ്ട. ദുന്ദുകാരിയെ പുത്രനായിട്ട് കിട്ടി. ലോകത്തിലെ ഏറ്റവും വലിയ നീചൻ. മക്കളില്ലാതെ വിഷമിച്ചിട്ട് അവസാനം കിട്ടിയത്
ഏറ്റവും നീതനായ പുത്രന്. മക്കൾ ഉണ്ടാവാത്തവര് പ്രാർത്ഥിക്കാറുണ്ടോ? നല്ല പുത്രനെ തരണമെന്ന്. എനിക്ക് പുത്രനോ പുത്രിയോ ഉണ്ടാവണമെന്നേ ആഗ്രഹിക്കാറുള്ളൂ. ഏതൊക്കെ നന്മയുണ്ടോ അതിനെ മുഴുവൻ എതിർക്കുന്നവരായിരിക്കും അസുര സ്വഭാവമുള്ളവർ. അസുര സ്വഭാവമുള്ളവര് നന്മകള് സഹിക്കില്ല. ഇദ്ദേഹം ജീവിച്ചത് 5 വേശ്യകളുടെ കൂടെ ആണ് ജീവിച്ചത്. അതിന് സൂക്ഷ്മമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട് കേട്ടോ. ഇന്നിപ്പോ പറഞ്ഞത് നമ്മുടെ ജീവിതമായിട്ടുള്ള ബന്ധം ആണ്. 5 വേശ്യകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളും കള്ളം പറയുകയും ഒക്കെ ചെയ്യുന്നവരാണ്. കണ്ണിനെ ഒന്നും വിശ്വസിക്കണ്ട. ഇതിൽ നല്ല കാഴ്ച കണ്ട കണ്ണ് അങ്ങോട്ട് നോക്കും. എന്നാ അവിടെ നിൽക്കുവോ? അതിനേക്കാൾ വലിയൊരു കാഴ്ച കണ്ട കണ്ണങ്ങോട്ട് പോകും. കാതോ ചെറിയ ശബ്ദത്തേക്കാൾ വലിയ ശബ്ദം കേട്ടാൽ കാത് എവിടേക്ക് പോകും? കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക് 5 ഇന്ദ്രിയങ്ങളും വഴിതെറ്റിക്കും. ഇതിന്റെ കഥാരൂപമാണ് 5 വേശ്യകളുടെ കൂടെ ജീവിച്ചു എന്ന് പറഞ്ഞു. ഒടുവിൽ എല്ലാവരും കൂടിയിട്ട് ഒരു മകനുണ്ടായിട്ട് ആ മകനെ കൊണ്ടുള്ള ദുഃഖം സഹിക്കാൻ കഴിയാതെ ഒടുവിൽ ഈ പുള്ളിയെ എല്ലാരും കൂടി കൊന്നു. എന്നിട്ട് മോക്ഷം കിട്ടാതെ നരകിച്ച് നടക്കുകയാണ്. മോക്ഷം കിട്ടുന്നില്ല. മോക്ഷം എന്നൊക്കെ പറഞ്ഞാൽ എളുപ്പമുള്ള പണിയൊന്നല്ല. അതിനേക്കാൾ കുറച്ചും കൂടി കുറഞ്ഞ സ്റ്റേജാണ് മുക്തി എന്നൊക്കെ പറയുന്നത്. അതും കിട്ടിയിട്ടില്ല. ധാരാളം ആഗ്രഹങ്ങള് ഉള്ളിലുള്ളവർക്ക് അത് സാധിക്കാതെ പോകുന്നുണ്ട്. ഇദ്ദേഹത്തിനുള്ളത് ദുരാഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞുകൂടാ, തികച്ചും ദുരാഗ്രഹങ്ങളാണ് ഉള്ളത്. അസുര സ്വഭാവമുള്ളവർക്ക് എവിടെ നന്മ കണ്ടാലും എതിർക്കണം. ഈ അവസ്ഥാവിശേഷം നമ്മളിലുണ്ട്. ഒരാളെ കുറിച്ച് വേറെ ആള് നമ്മോട് നല്ല കാര്യം പറയാണ്. ശരിയാണ് കേട്ടോ പറയോ? ശരിയാണ് കേട്ടോ പറയില്ല. എന്തുണ്ടായിട്ടെന്താണ്? നാട്ടുകാർ മുഴുവൻ അയാളെ കുറിച്ച് ചീത്തയാണ് പറയണത്. എന്തുണ്ടായിട്ടെന്താ? സഹിക്കില്ല. ഗോപാലൻ മാഷ് കുട്ടികളെ നന്നായി പഠിപ്പിക്കട്ടോ. ശരിയാണെന്ന് മിണ്ടില്ല. കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലയോ ഉള്ളത് വരെ. കോപ്പറേറ്റീവ് ബാങ്കിലെ ലോൺ എത്ര എടുത്തിട്ട് മടക്കി അടക്കാതെ ജപ്തി നോട്ടീസ് വന്നിരിക്കുക. വല്ല ബന്ധമുണ്ടോ? ഇന്ന ആളുടെ പാട്ട് നന്നായിരിക്കണം കേട്ടോ. നല്ല പാട്ട് പാടിയിടേണ്ട കാര്യമാണ്. അച്ഛനമ്മമാരെ നോക്കാത്തോണ്ടല്ലേ, വെറുതെ പറയും. ഇതിന്റെ പേരാണ് ദുന്തുകാരി. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോഴും ദേഹമായിട്ടുള്ള അസുരന്മാരുണ്ട്. ഒടുവിൽ ഗോകർണൻ ആണ് ദുന്തുകാരിക്ക് മോക്ഷം കൊടുക്കാനായിട്ടുള്ള കഥകളുണ്ട്. ആ ആത്മാവ് മുളയുടെ അകത്ത് ഒളിച്ചിരുന്നു. ഓരോ മുളങ്കമ്പായിട്ട് പൊട്ടിയെന്നും ആധാരചക്രങ്ങളെയാണ് ഇത് പ്രതിദാനം ചെയ്യുന്നത്. അങ്ങനെ 6ാമത്തെ കമ്പും പൊട്ടിയപ്പോ മോക്ഷം കിട്ടി എന്ന് പറയുമ്പോ ഭാഗവതം വായിക്കുമ്പോ ഈ കുണ്ടലിനി ശക്തി നമ്മളുടെ ഉണരും. അവർക്ക് ജ്ഞാനം ഉണ്ടാകും. ശാന്തിയും സമാധാനവും കിട്ടും. അവരുടെ മനസ്സ് നന്നാവും. ഈ സത്യദേവനെ പോലെ
മക്കൾ ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിച്ച് കഷ്ടപ്പെട്ടുണ്ടായ മക്കള് അച്ഛനമ്മമാർക്ക് വിഷമം മാത്രം കൊടുത്ത് ചെറുപ്പത്തിൽ വല്ലാതെ ലാളിച്ചുകൊണ്ടാണ് മക്കള് കേട് വന്നതെന്ന് പറയും. ലാളിച്ചാൽ മക്കള് കേട് വരണമെന്നൊന്നുമില്ല. ലാളിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് മക്കള് മോശാവൂല്ല. ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ഗോകർണത്തിൽ കൂടെ കറങ്ങുമ്പോ ഈ സത്യദേവൻ എന്തുണ്ടായി, ദുന്ദുകാരിക്ക് എന്തുണ്ടായി, ആ പശുവിന് കൊടുത്തിട്ട് ആ ഗോകർണന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു, ഇതൊക്കെ നമ്മൾ കഥയുടെ ഡീറ്റെയിൽസിലോ പേരിലോ അല്ല കാര്യം. നമ്മുടെ ജീവിതം ഇത് തന്നെ ആയതുകൊണ്ട് എക്കാലവും ഇത്തരം കഥകൾ നിലനിൽക്കില്ലേ എന്ന് ചിന്തിച്ച് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.